ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണപ്രദീർണജലദഃ പരിഘൂർണദക്ഷ്ണാ സ്തോത്രോന്മുനീൻ ശിശിരയന്നവതേരിതത്വം. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ തൻ്റെ ശരീരം വിപുലീകരിച്ചുകൊണ്ട് അത്യധികം വലുതാക്കിയ ആ ശരീരവുമായി ജലത്തിലേക്ക് ഇറങ്ങി എടുത്തു ചാടി എന്നായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനിയും ആ ജലത്തിലേക്ക് ഇറങ്ങിയ സമുദ്രത്തിലേക്ക് ഇറങ്ങിയ ഭഗവാന്റെ ആ രൂപമാണ് ആദ്യം ഇവിടെ വർണ്ണിക്കുന്നത്. ആദ്യത്തെ ഒരു വരി മുഴുവൻ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അത് കുറച്ച് ദൈർഘ്യമുള്ളതാണെന്ന് തോന്നാം, പക്ഷെ പദങ്ങൾ പിരിച്ചു പിരിച്ചു പറയുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമ. ഊർധ്വപ്രസാരി എന്ന് പറഞ്ഞാൽ ഊർധ്വം എന്നാൽ മുകളിൽ എന്നുള്ള അർത്ഥമാണ്. ഊർധ്വലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂമിക്ക് മുകളിലേക്കുള്ള ലോകങ്ങൾ, ഭൂമിയേക്കാൾ ഉയർന്ന ലോകങ്ങൾ എന്നർത്ഥം. അധോലോകങ്ങൾ ഭൂമിയേക്കാൾ താഴ്ന്ന ലോകങ്ങൾ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഊർധ്വ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്, ഉയർന്ന. പ്രസാരി, പ്രസാരി എന്നാൽ ഉയർന്നു നിൽക്കുന്ന, ആ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന. പരിധൂമ്ര, പരിധൂമ്ര എന്നാൽ കറുപ്പും ചുവപ്പും കൂടി കലർന്ന നിറത്തിനെയാണ് പരിധൂമ്ര എന്ന് പറയുന്നത്. ഇവിടെ ചെമ്പിച്ച എന്നർത്ഥം. ഭഗവാന്റെ രോമങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ചെമ്പിച്ച വിധൂത. വിധൂത എന്നാൽ ശക്തിയായി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉള്ളിലെ തൻ്റെ ആ ഒരു കോപഭാവം മുഴുവൻ തൻ്റെ ആ വലിയ ശരീരത്തിൽ അങ്ങനെ ഓരോരോ അംഗങ്ങളിലും അതങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. തൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള ഭൂമിദേവിയെ ഹിരണ്യാക്ഷൻ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ഇവിടെ ആ കോപം മുഴുവൻ ആ ഹിരണ്യാക്ഷ വധത്തിന് അല്ലെങ്കിൽ ഭൂമിദേവിയുടെ രക്ഷയ്ക്കായി വന്ന ഭഗവാന്റെ ഓരോ അംഗങ്ങളിലും ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹിരണ്യാക്ഷനോടുള്ള കോപം അതങ്ങനെ ആ രോമങ്ങളിൽ പോലും കാണുന്നതാണ് ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. പറയുകയാണ്, മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ചെമ്പിച്ച വിധൂത, ഇളകിയാടുന്ന, ശക്തിയായി ഇളകിക്കൊണ്ടിരിക്കുന്ന രോമങ്ങളോട് കൂടിയവൻ. അപ്പോൾ ഭഗവാന്റെ രൂപം എത്ര ഭീകരമാണെന്ന് ആ ആദ്യത്തെ ആ ഒരു വരിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും വലിയ ഒരു ഭീമാകാരമായ രൂപത്തിലെ വാല് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു. ആ വാലിലെ രോമങ്ങളൊക്കെ ഇങ്ങനെ ശക്തമായി ഇളകിയാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെയോ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ. അടുത്തതും കുറച്ച് ദൈർഘ്യമുള്ള ഒരു പദമാണ്. നമുക്കത് കഴിയുന്നത്ര നമുക്ക് മുറിച്ച് ചെറുതാക്കി പറഞ്ഞു പോകാം, പക്ഷെ വായിക്കുമ്പോൾ ചേർത്ത് തന്നെ വായിക്കുക. അവിടെ പ്രോക്ഷിപ്തവാലധിഹി അവാങ്മുഖഘോരഘോണഃ. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ. അവിടെ ആദ്യത്തെ വാക്കിൻ്റെ അർത്ഥം പ്രോക്ഷിപ്തവാലധിഹി. പ്രോക്ഷിപ്ത എന്നാൽ ഉയർത്തിപ്പിടിച്ചത് എന്നർത്ഥം. ഉയർത്തിപ്പിടിച്ച
വാലോട് കൂടിയവനും. നമ്മൾ ആദ്യത്തെ വരിയിൽ നമ്മൾ പറഞ്ഞു ഭഗവാന്റെ രോമങ്ങൾ, ആ വരാഹാവതാരം പൂണ്ടു നിന്ന ഭഗവാന്റെ ശരീരത്തിലെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന്, ചെമ്പിച്ച രോമങ്ങൾ എഴുന്നേറ്റ് നിന്ന് ശക്തിയായി അത് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള രോമങ്ങളോട് കൂടിയവനും. പിന്നെയോ ഭഗവാന്റെ ആ വരാഹാവതാരത്തിലെ വാലാകട്ടെ പ്രോക്ഷിപ്ത എന്നാൽ ഉയർത്തിപ്പിടിച്ച്. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിലെ ചെമ്പിച്ച രോമങ്ങളും അതുപോലെ തന്നെ ഭഗവാന്റെ വാല് പ്രോക്ഷിപ്തവാലധി, അതങ്ങനെ പൊക്കിപ്പിടിച്ചിരിക്കുന്ന ആ വാലിലെ രോമങ്ങളുമൊക്കെ അങ്ങനെ ശക്തിയായി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ അവാങ്മുഖ ഘോരഘോണഹ, അവാങ്മുഖ എന്ന് പറഞ്ഞാൽ താഴ്ത്തിയത്, പ്രോക്ഷിപ്ത എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിടിച്ച്. നമ്മൾ വാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഭഗവാന്റെ വാലങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അതേസമയം അവാങ്മുഖ ഘോരഘോണഹ, അവാങ്മുഖ താഴ്ത്തിപ്പിടിച്ചിരിക്കുന്ന, താഴേക്ക് പിടിച്ചിരിക്കുന്ന, ഘോരം എന്നാൽ വളരെ ഭയങ്കരമായ, ഘോണം എന്നാൽ മൂക്കെന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ മൂക്ക്, ആ വരാഹാവതാരത്തിൻ്റെ മൂക്ക് താഴേക്ക് പിടിച്ചിട്ട് അത് വളരെ ഘോരമാണ്, വളരെ ഭീകരമാണ്, ഭയങ്കരമായ മൂക്കാണ്. കാരണം ഭഗവാന്റെ ആ വരാഹ രൂപം തന്നെ വളരെ വലുതാണ്. അപ്പോൾ അതിൻ്റെ മൂക്കെന്ന് പറയുന്നത് എത്രമാത്രം ഭയങ്കരമായിരിക്കും. ആ മൂക്കാകട്ടെ താഴേക്കുമാണ് നിൽക്കുന്നത്. പിന്നെയോ തൂർണപ്രതീർണ ജലത, ഇവിടെ തൂർണ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ അനായാസേന എന്നർത്ഥം. ജലതം എന്നാൽ മേഘങ്ങളാണ്. പ്രതീർണ എന്നാൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കുക അല്ലെങ്കിൽ പൊടിച്ചു കളയുക എന്നർത്ഥം. അപ്പോൾ തൂർണപ്രതീർണ ജലത, വളരെ വേഗത്തിൽ അല്ലെങ്കിൽ അനായാസേന, ജലതം മേഘങ്ങളെയൊക്കെ അങ്ങനെ കഷ്ണങ്ങളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ അങ്ങനെ പൊടിച്ച് പിളർന്നുകൊണ്ട് പരിഘൂർണദക്ഷ്ണ, അക്ഷ്ണ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, പരിഘൂർണദക്ഷ്ണ, ഇങ്ങനെ പരിഘൂർണ എന്ന് പറഞ്ഞാൽ ചുറ്റിനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണുകൾ, അത്രയും എന്തിനെയോ തേടുന്ന പോലെ തോന്നുന്ന, എന്നാൽ വളരെ വേഗത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ണുകൾ. ആ കണ്ണുകൾ അപ്പോൾ വളരെ വേഗത്തിൽ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ. പിന്നെ അങ്ങനെയുള്ള ആ രൂപത്തെ സ്തോത്രൂൻ എന്നാൽ സ്തുതിക്കുക. ഇവിടെ ഭഗവാനെ നമ്മൾ പറഞ്ഞിരുന്നു, സത്യലോകത്തിലും തപോലോകത്തിലും ജനലോകത്തിലും ഒക്കെയുള്ള മുനിമാരൊക്കെ ഭഗവാന്റെ ഈ ഘോരമായ ഗർജനം കേട്ട് അവരൊക്കെ സ്തുതിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോഴാകട്ടെ ഭഗവാന്റെ ഈ രൂപം ഇത്രയും വലുതാക്കി ഭഗവാൻ ദാ ജലത്തിലേക്ക് ചാടുമ്പോൾ ഈ 14 ലോകങ്ങളും ഒരു തരത്തിൽ ഭഗവാന്റെ ആ ഒരു വളരെ ഭീതിതമായ രൂപം, അതേസമയം അത് ഭഗവാനാണ്, ഭഗവാന്റെ തന്നെ മായയാണെന്ന് അവർക്കെല്ലാം നല്ല ബോധ്യവുമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ലോകങ്ങളിലുള്ളവരും ചേർന്ന് ഭഗവാനെ, മുനിമാരെന്ന് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഭഗവാന്റെ ആ രൂപം കാണാൻ ഭാഗ്യം സിദ്ധിച്ച എല്ലാ സുഹൃത്തികളും ഭഗവാനെ അങ്ങനെ സ്തുതിച്ചു. സ്തോത്രൂൻ മുനീൻ, ആ സ്തുതിച്ചുകൊണ്ട് നിന്ന്. കാരണം നമ്മൾ ആദ്യത്തെ ഈ അധ്യായത്തിന്, ഈ ദശകത്തിൻ്റെ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു, ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലുമൊക്കെയുള്ള ബ്രാഹ്മണർ, പ്രത്യേകിച്ചും സത്യലോകത്തിൽ ബ്രാഹ്മണർ എന്ന് മഹർഷിമാരെന്ന് പറയാൻ കാരണം ബ്രഹ്മാവ് തൻ്റെ ശിഷ്യരോടൊത്ത് ഭഗവാനെ സ്തുതിച്ച് സന്തുഷ്ടനായിരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഈ ഭൂമിദേവി സങ്കടം പറയാൻ ഓടി വരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ മഹർഷിമാരെ ഒക്കെ തന്നെയായി, അപ്പോൾ അവരാണ് ആദ്യം ഈ ഒരു പ്രകമ്പനം, ഈ ഘോരമായ ഗർജനത്തിൻ്റെ പ്രകമ്പനം അവരെയാണ് ആദ്യം ഉണർത്തിയത്. അപ്പോൾ അവരാകെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. അവരുടെ കൺമുമ്പിൽ അവർ കാണുകയായിരുന്നു ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്നും ചെറിയൊരു വരാഹമായി പുറത്തേക്ക് വന്ന ആ രൂപം നിമിഷ നേരം കൊണ്ട് ഇത്രയും ഭീമാകാരമായ ഒരു രൂപമായി മാറിയപ്പോൾ അവരാകെ സ്തുതിക്കുകയും ഭയന്ന് വിറയ്ക്കുകയും ചെയ്തു നിൽക്കുന്ന ആ മുനിമാരെ, സ്തോത്രോൻ മുനീൻ, സ്തുതിച്ചുകൊണ്ടിരുന്ന ആ മുനിമാരെ ശിശിരയന്നവതേരിതത്വം,
ശിശിരയൻ അവതേരിത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശിശിരയൻ അവതേരിത. ശിശിരയൻ എന്ന് പറഞ്ഞാൽ അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട്, ആ മഹർഷിമാരെയൊക്കെ ആനന്ദിപ്പിച്ചുകൊണ്ട്, ഈ കണ്ണുകൾ വട്ടം കറങ്ങുമ്പോൾ ഭഗവാന്റെ ഈ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ണുകൾ ഈ മഹർഷിമാരെയൊക്കെ ആനന്ദിപ്പിച്ചുകൊണ്ട് അവതേരിത എന്നാൽ താഴേക്ക്, ആ സമുദ്രത്തിനുള്ളിലേക്ക് എടുത്തു ചാടി, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഇറങ്ങിപ്പോയി അതിനുള്ളിലേക്ക്. ആര്? ത്വം, അല്ലയോ ഭഗവാനെ, അങ്ങ് അവരെയൊക്കെ തൻ്റെ ആ വട്ടം കറങ്ങുന്ന കണ്ണുകൾ കൊണ്ട് ആനന്ദിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഓരോ രോമത്തിലും കോപം അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഒരു കടാക്ഷം കിട്ടിയാൽ, അല്ലയോ ഭഗവാനെ, ആർക്കാണ് ആനന്ദമുണ്ടാകാത്തത്? ആ കൺകോണുകൾ ആ മുനിമാരുടെ മഹർഷിമാരുടെ മേൽ പതിഞ്ഞപ്പോൾ അവർക്കൊക്കെ അത്യധികം ആനന്ദമാണ് ഉണ്ടായത്. അതുവരെ ഭഗവാന്റെ ഈ രൂപം കണ്ട്, ഭഗവാന്റെ മായ കൺമുമ്പിൽ കണ്ട് അത്യത്ഭുതത്തോടെ അത്ഭുത പരതന്ത്രരായി നിന്നിരുന്ന അവരെ ഒരല്പം ഭയം ഈ രൂപം കണ്ടിട്ട് അവർക്ക് അപ്പോഴും ഉൾക്കൊള്ളാനാവുന്നില്ല. അങ്ങനെ നിന്നിരുന്ന അവരെ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ തൃക്കണ്ണുകളിലെ കടാക്ഷം ഒന്നുകൊണ്ട് തന്നെ അവരെയൊക്കെ ആനന്ദിപ്പിച്ചു, കുളിരണിയിച്ചു. അങ്ങനെ ഭഗവാൻ അവിടുന്ന് ആ രൂപം സമുദ്രത്തിനുള്ളിലേക്ക് എടുത്തു ചാടി. ആ എടുത്തു ചാടിയപ്പോൾ ഭഗവാനെ, അങ്ങയുടെ ശരീരത്തിലെ ഓരോ ചെമ്പിച്ച രോമവും ഇളകി ആടിക്കൊണ്ടിരുന്നു, ശക്തിയായി ഇളകി ആടിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ അങ്ങയുടെ വാലാകട്ടെ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അതിലും ആ രോമങ്ങളൊക്കെ ഇളകി ആടുകയാണ്. അതുപോലെ തന്നെ ഭഗവാനെ, അതേസമയം അങ്ങയുടെ നാസികയാവട്ടെ താഴേക്ക് പിടിച്ചുകൊണ്ടാണ് പോയത് എന്ന്, മുഖം താഴേക്കാക്കിക്കൊണ്ട്, നാസിക താഴേക്കാക്കിക്കൊണ്ടാണ് പോയത് എന്നും പറഞ്ഞു. ഇവിടെ നമുക്ക് അതിശയം തോന്നാം, എന്തുകൊണ്ടാണ് ഭഗവാൻ ഭൂമിദേവിയെ രക്ഷിക്കാനായിട്ട് വരാഹാവതാരം എടുത്തത്? നമ്മൾ 5-ാമത്തെ ദശകത്തിൽ നമ്മൾ ഭഗവാന്റെ വിരാട് സ്വരൂപോൽപത്തി പറയുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, ഭൂമിയുടെ സൂക്ഷ്മാംശമാണ് ഗന്ധമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയെ എവിടെയാണെങ്കിലും പെട്ടെന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ, ഹിരണ്യാക്ഷൻ എവിടെ കൊണ്ടുവച്ചിരുന്നാലും എവിടെ ഒളിപ്പിച്ചാലും പെട്ടെന്ന് കണ്ടുപിടിച്ച് രക്ഷിച്ചു കൊണ്ടുവരാൻ ആ ഗന്ധമാകുന്ന സൂക്ഷ്മാംശത്തെ തന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് കരുതിയാണ് ഭഗവാൻ ഇവിടെ വരാഹാവതാരം എടുത്തത് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഇവിടെ ഈ വരാഹത്തിൻ്റെ ഒരു ഗുണം, പ്രധാനപ്പെട്ട ഒരു ഗുണം തന്നെയാണ് അത്. മറ്റുള്ളവയെ അറിയുന്നത് തന്നെ അത് ഗന്ധത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയുടെ ആ സൂക്ഷ്മാംശമാകുന്ന ഗന്ധത്തിലൂടെ ഭൂമിദേവിയിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ, ഭൂമിദേവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ വരാഹാവതാരം എടുത്തത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാൻ, നമ്മളിനി 32-ാമത്തെ ദശകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, അവിടെ ഭഗവാൻ മത്സ്യാവതാരം എടുക്കുന്നത് കാണാം. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മത്സ്യമോ, അയ്യേ ഭഗവാനോ എന്ന് നമുക്ക് തോന്നാം. അതുപോലെ തന്നെ വരാഹമോ, പന്നിയോ ഭഗവാനോ എന്നൊക്കെ നമുക്കൊരു മോശമായി തോന്നാവുന്ന രണ്ട് രൂപങ്ങളാണ് ഇവയൊക്കെ, അല്ലേ? മത്സ്യമായിക്കോട്ടെ, വരാഹമായിക്കോട്ടെ, ഇതൊന്നും നമുക്ക് ഭഗവാനായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഭഗവാൻ കാണിച്ചു തരുന്നു, ഇതുമെല്ലാം ഞാൻ തന്നെയാണ്, ഈ രൂപത്തിലുമെല്ലാം ഞാൻ തന്നെയാണ് ഇരിക്കുന്നത്, എനിക്ക് രൂപഭേദമില്ല. അഥവാ രൂപത്തിനതീതമായ ഒന്ന് രൂപത്തിനുള്ളിലിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. രൂപത്തിനതീതമായി രൂപത്തിനുള്ളിലുള്ള രൂപമില്ലാത്ത എന്നെ കാണുകയാണ് വേണ്ടത്, എന്നെ അറിയുകയാണ് വേണ്ടത് എന്നുകൂടി ഇവിടെ ഭഗവാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പോൾ ആ ഭൂമിയെ തേടി, ഭൂമിയുടെ സൂക്ഷ്മാംശമായ ഗന്ധത്തിലൂടെ തന്നെ ഭൂമിയിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ വേണ്ടി ഭഗവാൻ വരാഹാവതാരം എടുത്ത് ആ ജലത്തിനുള്ളിലേക്ക്, സമുദ്രത്തിനുള്ളിലേക്ക് ഭഗവാൻ എടുത്തു ചാടി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത്, ആ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് അവിടെ കൂടി നിന്നിരുന്ന മഹർഷിമാരും ബ്രഹ്മാവുമൊക്കെ കണ്ട രൂപമായിരുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ശ്ലോകത്തിൽ വർണ്ണിച്ച് കേട്ടത്.
ഭഗവാന്റെ രോമകൂപങ്ങളിലൊക്കെയും കൂടി പുറത്തേക്ക് വന്നിരുന്ന ആ കോപം, അത് ഭഗവാന്റെ ശരീരത്തിലെ ചെമ്പിച്ച ഓരോ രോമത്തെയും വിറപ്പിച്ചു. ഭഗവാന്റെ വാലിൽ, ഉയർത്തിപ്പിടിച്ച വാലിലെ രോമങ്ങളിൽ പോലും അതിൻ്റെ ആ പ്രകമ്പനം കാണാമായിരുന്നു. ആ കോപം അങ്ങനെ അതിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭഗവാൻ തൻ്റെ ആ പ്രിയപത്നിയെ രക്ഷിക്കാൻ വേണ്ടി ഹിരണ്യാക്ഷനോടുള്ള കോപം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ശരിക്കിവിടെ മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കുറേ മണലും കുറച്ച് ഇരുമ്പ് പൊടിയും എല്ലാം കൂടി കൊണ്ട് തന്നിട്ട് ഇരുമ്പ് അതിൽ നിന്നും മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമാണ് ഒരു കാന്തം കൊണ്ടുവച്ചാൽ മതി, അല്ലേ? അതേപോലെ എന്തിലേക്കാണോ നമുക്ക് എത്തിച്ചേരേണ്ടത് അതിൻ്റെ ഗുണത്തെ അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷ്മമായ ആ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരുക എളുപ്പമായിരിക്കും. ഇവിടെ ഭഗവാനും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണഃ തൂർണപ്രദീർണജലദഃ പരിഘൂർണദക്ഷ്ണ സ്തോത്രോന്മുനീൻ ശിശിരയന്നവതേരിധത്വം. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ആദ്യത്തെ ഒരു വരി മുഴുവനായും ചേർത്ത് തന്നെ വായിക്കുക. നമ്മൾ ചെറിയ ചെറിയ പദങ്ങളായിട്ട് അർത്ഥം പറഞ്ഞതുകൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. രണ്ടാമത്തെ വരിയുടെ അവസാനം വരുമ്പോൾ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ, അവിടെ വിസർഗമുണ്ട്. അതുപോലെ മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ വാക്കിലും തൂർണപ്രതീർണ ജലത, അവിടെയും വിസർഗമുണ്ട്. അപ്പോൾ അത് രണ്ടും എടുത്ത് തന്നെ പകുതി ഹകാരത്തിൽ വായിക്കുക. നമ്മൾ രണ്ടാമത്തെ വരിയിൽ വരുമ്പോൾ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖ, ആ രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക, അവാങ്മുഖാണ്. പിന്നെ അടുത്തത് പരിഘൂർണദക്ഷ്ണ, അവിടെ ദായ്ക്ക് അക്ഷ്ണ ആയതുകൊണ്ട് അക്ഷികൾ എന്ന് നമ്മൾ പറയാറില്ലേ, കണ്ണുകൾ, അപ്പോൾ അക്ഷ്ണ നേത്രം, അവിടെ ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അടുത്ത വരിയിലേക്ക് വരുമ്പോൾ ശിശിരയന്നവതേരിധത്വം, അവിടെ ശിശിരയൻ അവതേരിതാണ്. അപ്പം കൂട്ടക്ഷരം വായിക്കുമ്പോൾ അവിടെ ഒരു അകാരം കൊടുത്ത് വായിക്കുക, ശിശിരയന്നവതേരിധത്വം. അവിടെ ഒരല്പം കട്ടിയിലും പറയുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.